ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡേ വിത്ത് ദേവുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നല്ല രണ്ട് വലിയ കണവ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലഭാഗം നമുക്കൊന്ന് വലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കളയണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ തല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ തന്നെ അത് പോരും. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഇതാ കണ്ടില്ലേ, ഈ ഭാഗത്തായിട്ടൊരു മുള്ള് പോലെ നല്ല നീളത്തിലുണ്ടാവും കേട്ടോ. ആ ഒരു മുള്ള് നമ്മൾ വലിച്ചെടുക്കണം. പെട്ടെന്നൊന്നും വലിച്ചാൽ കിട്ടൂല കേട്ടോ. നമ്മൾ ഒത്തിരി ബലം പ്രയോഗിച്ചാൽ അതുകൊണ്ട് വലിച്ചെടുക്കണം. ജസ്റ്റ് ഇങ്ങനെ പോരും. അപ്പോൾ നമ്മൾ അതൊന്ന് വലിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ഉള്ളിലൊക്കെ ഒന്ന് ഉള്ള ഇതാട്ടോ അതിൻ്റെ ഞാൻ പറഞ്ഞ മുള്ള്. അപ്പോൾ നമ്മളതും കളഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വയറ്റിൽ കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളയണം. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കൈ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ടിട്ട് ഇത് വലിയതായ കാരണം നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ തൊലി കളയണം കേട്ടോ. ഇത് പ്യുവർ വൈറ്റ് ആണ് കേട്ടോ സാധനം. അപ്പോൾ അതിൻ്റെ മേലത്തെ ഈ തൊലി പറിച്ച് കളഞ്ഞാലാണ് നമുക്ക് റെഡി ആവുള്ളൂ. അപ്പോൾ ഞാൻ കത്തി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. വരഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് പൊളിച്ചൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ പഴത്തിൻ്റെ ഒക്കെ തൊലി ഇടിക്കില്ലേ, അതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് ചെയ്യുക. അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. കാണാൻ നമുക്ക് എളുപ്പമായിട്ട് തോന്നും, പക്ഷേ എളുപ്പമൊന്നുമല്ല ഇത് പൊളിക്കുന്നത്. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഓൾറെഡി ഇത് ഭയങ്കര എന്താ പറയുക, ഒരു മെഴുക്ക് പോലെയാണ്. അങ്ങനെയാണ്, ഭയങ്കര മിനുസായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈ പിടിച്ചാലൊന്നും കിട്ടില്ല. ഞാൻ കുറച്ച് പണിയെടുത്തു കേട്ടോ ഇത് പൊളിക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മളതൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കത്തി വെച്ച് തന്നെ ചുരണ്ടി വേഗം റെഡിയാവുന്നു. ഞാൻ കത്തി വെച്ച് ചുരണ്ടണമുണ്ട്, ഒപ്പം തന്നെ പൊളിക്കണമുണ്ട്. ഒന്ന് പൊളിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വേഗം പൊളിക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ എല്ലാവരും ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ആ സൈഡ് വശം അരിവശത്തൊക്കെ ഞാൻ കത്തി വെച്ചൊന്ന് ചുരണ്ടിടും. കാരണം അവിടെയൊക്കെ ഇത്തിരി കട്ടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കത്തി വെച്ച് ചുരണ്ടി കൊടുക്കാം കേട്ടോ ചെയ്ത്. അങ്ങനെ ചെയ്തപ്പോൾ ആ സൈഡിലത്തെ അഴുക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ പാട പോലെ വേറൊരു തൊലിയും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ചിറക് പോലെ കണ്ടില്ലേ, അവിടുത്തെ നമുക്ക് ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്യണം. അതായത് അത് തൊലി ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ ആ വയറിൻ്റെ ഉൾഭാഗമൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ വയർ നമുക്ക് കാണാം, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇതിൻ്റെ കളറ്. അപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നല്ല നീറ്റായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അധികം പണികളൊന്നുമില്ല. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നെയ്യ് പോലൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വടിച്ച് കളയണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ അതൊന്ന് നടുവിനെ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് പാകത്തിനാണോ, ഇപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വറക്കാനാണെങ്കിലും നമ്മളത് അതിൻ്റേതായ രീതിക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ്ടോ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞാൻ റോസ്റ്റ് ചെയ്യാനാണ് എടുക്കണത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ആദ്യം ഇതിപ്പോൾ മുറിച്ച് തൽക്കാലത്തേക്ക് നമ്മളിതിൻ്റെ ആ ഒരു സ്മെല്ല് പോകാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഇച്ചിരി നേരം ഒന്ന് വിനാഗിരിയും കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് മുക്കി വയ്ക്കും. അപ്പോൾ അതിൻ്റെ ആ ഉളുമ്പ് മണമൊക്കെ പോട്ടെ, ഫിഷിൻ്റെ ആ ഉളുമ്പ് മണം പോവും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പച്ചക്കുത്തടിക്കും മീനിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു മീനായാലും, ഇപ്പോൾ ചാളയായാലും അതിലുള്ള ഏതായാലും നമുക്ക് ആ പച്ചക്കുത്ത് പോകാനായിട്ട്, ആ മണം സ്മെല്ല് പോകാനായിട്ട് നമുക്ക് ഈ സെയിം മെത്തേഡ് ചെയ്തപ്പോൾ, അതായത് വിനാഗിരി ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് അതിലൊരു 5-10 മിനിറ്റ്, അധികം നേരം ഇട്ട് വയ്ക്കേണ്ട, ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇട്ട് വയ്ക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ടാറ്റാ.